പ്പെടുകയാണ്. ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ട്. അദ്ദേഹം വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുക. രാവിലെ 5 മണിക്ക് പത്രം അവൈലബിൾ ആണ്. വൈകുന്നേരം 8:30 മണിക്കാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മാമി കേസുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ഈ പത്രം ഞാൻ ഉയർത്തിപ്പിടിച്ച് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ആ പകല് പൂർണ്ണമായും കടന്നുപോയി. ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അപ്പം തിരുത്തൽ കൊടുത്തില്ല? രാത്രി 8:30 മണിക്ക് ഞാനിത് പറയുമ്പോഴും തിരുത്തൽ കൊടുക്കുന്നില്ല. ഇത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല, ഇത് എഴുതി ചേർത്താണ്, ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചക്ക് ഇത് വാർത്തയാകുന്നു. രാത്രി 8:30യോട് കൂടിയിട്ട് വലിയ വിവാദമായിരുന്നു. ആ സമയത്താണ് ഇതിങ്ങനെ PR ഏജൻസി ഒപ്പിച്ചൊരു പരിപാടിയാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇത് പച്ചക്കള്ളാണ്, പച്ചക്കള്ളമാണ് എന്നത് എല്ലാവർക്കും അറിയാം. അതിൽ ആത്മാർത്ഥമായിട്ടാണ്. അത് തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പോൾ ഇടപെടണം? പിറ്റേ ദിവസം പത്രം കേരളത്തിൽ ഇറങ്ങുമ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് വരണം. അതുണ്ടായില്ല. 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രം ഇറങ്ങി. രാത്രി 12 മണി വേണ്ട, രാവിലെ 5 മണി കൂട്ടിയാൽ 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വലിയ വിവാദമായി. ഈ പറയുന്ന ജനങ്ങളിത് സംസാരമായി. വാർത്താമാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഒരു രക്ഷയും ഇല്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി പുറത്തുവിട്ടിട്ടുള്ളത്. കാരണം നമ്മളെ സംശയിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി അതിനു മുമ്പ് നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞത് തന്നെയാണ്, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത്, ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത്. 150-60 കേസിലെ 129 കേസും മലപ്പുറത്താണെന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തിയാണ്. ഈ പണം ദേശദ്രോഹ പ്രവർത്തികൾക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാണ്. എന്തായാലും ഇന്നലെ വൈകുന്നേരം അദ്ദേഹം നടത്തിയ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് ഈ വിഷയം ആരംഭിച്ചിട്ട് കരിപ്പൂർ എയർപോർട്ട് എന്നൊരു വാക്ക് മുഖ്യമന്ത്രി നിന്ന് കേൾക്കുകയാണ്. കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്ക് മുഖ്യമന്ത്രി കേൾക്കുകയാണ്. ഇതുവരെ എയർപോർട്ടിന്റെ പേരുണ്ടായിരുന്നില്ല. മലപ്പുറം ജില്ല, മലപ്പുറം ജില്ല, മലപ്പുറം ജില്ല, മലപ്പുറം ജില്ല, ഇത് മാത്രം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ രാത്രിയെങ്കിലും മലപ്പുറം ജില്ല എന്നുള്ളത് ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടും കരിപ്പൂർ എയർപോർട്ടുമായി അദ്ദേഹം തിരിച്ചറിഞ്ഞതിൽ നന്ദിയുണ്ട്. ഇത്രയാണ് ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇതിലിപ്പോ അന്ന് വൈകുന്നേരം നടന്ന ചാനൽ ചർച്ചകളിൽ ഈ പത്രം ഇറങ്ങി, രാത്രിയാണ് ചാനൽ ചർച്ചകൾ നടക്കുക. അന്ന് CPM-ന്റെ വക്താക്കളായ എല്ലാ ആളുകളും മുഖ്യമന്ത്രി പറഞ്ഞതിനെ ന്യായീകരിക്കുകയായിരുന്നു. അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവർക്കൊരു കുറിപ്പ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊരു ടെസ്റ്റ് ആയിട്ട് നടത്തിയതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ടെസ്റ്റ് അല്ല. ഈ ടെസ്റ്റ് എത്രയോ കാലമായിട്ട് നടത്തിയതല്ലേ. എത്രയോ കാലമായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഈടായിട്ട് സ്ഥിരമായിട്ട് ഈ ജില്ലയെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണല്ലോ. ആ അഭിപ്രായം കേരളത്തിലെ ജനങ്ങളെ കേട്ടുകൊണ്ടിരുന്നുള്ളൂ. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം ജില്ല ദേശദ്രോഹികളുടെ താവളമാണ് എന്ന് ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെ അറിയിക്കാനാണ് ഹിന്ദുവിന് കൊടുത്തത്. ഇതാണ് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയത്. ആ പത്രം BJP ഓഫീസിലും RSS കേന്ദ്രങ്ങളിലും അത് ചർച്ചാ വിഷയമാകണമെന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഡൽഹി വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചത് 100% ഉറപ്പാണ്. ഞാൻ അവിടെയാണ് ആ വിഷയത്തിൽ നിൽക്കുന്നത്. ഇന്നലെ മന്ത്രി V. അബ്ദുറഹ്മാൻ PR ഏജൻസി ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ഹിന്ദു പത്രത്തിന്റെ വിഷയത്തിൽ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നു. എന്തിനാണ് ഈ നുണ പറയുന്നത് സർക്കാർ? അല്ല, അത് തന്നെയല്ലേ. സത്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കഴിഞ്ഞ 1.5 മാസമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് സത്യസന്ധമായിട്ട് പാർട്ടീൻ്റെ അടുത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും ആകത്തുക എന്താ പറഞ്ഞത്? ഇന്നലെ ഈ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം ഇവിടെ ഈ നടന്ന കാര്യങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞൊരു ജുഡീഷ്യൽ അന്വേഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു. ധൈര്യമുണ്ടോ ഈ ഗവൺമെന്റിന്? അപ്പൊ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? ഈ പറയുന്ന സുജിത് ദാസും അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ള നെക്സസ് തന്നെയാണ് ഈ 3 കൊല്ലം ഈ സ്വർണ്ണ വേട്ടയും സ്വർണം പൊട്ടിക്കലും ഉരിക്കലും നടത്തിയത് എന്നൊരു യാഥാർത്ഥ്യമില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യം ഉണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് കൊടുക്കട്ടെ.
ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുക. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പോഴും അതൊന്നുമില്ല. ഇന്നലത്തെ പറയുന്നത് എന്താ? ഇതിന്റെ പിന്നിൽ ദേശദ്രോഹ ശക്തികളുണ്ട്. ഇന്നലെ കുറച്ച് മയപ്പെടുത്തിയാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതുവരെയുള്ളതിൽ നിന്ന് ചെറിയ മയപ്പെടുത്തി. എന്നാലും വിഷയം അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്താ ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അന്വേഷണം അതുപോലെ തന്നെ. നാളെയാണ് ഇപ്പോൾ ഒരു മാസം തികയുന്നത്. എന്തായിരിക്കും അന്വേഷണ റിപ്പോർട്ട് എനിക്കറിയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിക്കാണ് വിജിലൻസ് DYSP അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു മൊഴി തരാൻ പറ്റില്ല, നാളത്തെ റിപ്പോർട്ട് കഴിട്ട്. നിങ്ങൾ എവിടെയായിരുന്നു വിഷയം? നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് ഇന്നലെ വൈകിട്ട് 4:30 മണിക്ക് ഇവര് വന്ന് എൻ്റെ അടുത്ത് മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നു. എത്ര അപഹാസ്യമാണ് ഈ അന്വേഷണം. SIT ഭാഗമായിട്ട വിജിലൻസ്. SITയിലെല്ലാം ഉണ്ട്. സാമ്പത്തിക അഴിമതി ആരോപണം അന്വേഷിക്കുന്ന വിജിലൻസാണ്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അത് കേരളത്തിൽ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ 1 മാസത്തെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ വിഷയങ്ങൾ പ്രഥമ ദൃഷ്ടിയ അതിൽ അന്വേഷണം നടത്താനാണല്ലോ 1 മാസം വെച്ചത്. അതിലിതൊക്കെ വരുമല്ലോ. അല്ല, മൊഴിയെടുക്കാൻ ഇവിടെ വന്നിരുന്നു. ഞാൻ മൊഴി നൽകിയിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്ത് കാണാൻ പറഞ്ഞു. ഞാൻ ഈ 1-ാം തീയതി 30 ദിവസം തികയുന്ന അന്വേഷണ റിപ്പോർട്ടൊന്ന് കാണട്ടെ, എന്നിട്ട് വേണമല്ലോ മൊഴി കൊടുക്കണോ വേണ്ടില്ലെങ്കിൽ ആ പരാതി കൊണ്ട് പിൻവലിച്ചാൽ മതിയല്ലോ. വെറുതെ ഈ നാടകത്തിന് എന്തിനാ ഞാൻ നിൽക്കുന്നത്? ഞാൻ നിൽക്കാൻ തയ്യാറല്ല. ഞാൻ എനിക്ക് കോടതിയെ സമീപിക്കാനേ മാർഗമുള്ളൂ. ഹിന്ദു ലേഖനം മാത്രമല്ല, ഹിന്ദു പ്രത്യേകിച്ച് കോവിഡ് സമയത്തൊക്കെ മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന PR ഏജൻസികളാണെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അന്നൊക്കെ അത് നിഷേധിക്കുക ചെയ്തത്. PR ഏജൻസികൾ ഇപ്പൊ അംഗീകരിച്ചില്ലേ? അതേന്ന് മുമ്പുണ്ടായിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ. ഈ ഹിന്ദു പറഞ്ഞ വിശദീകരണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ അധികം വാക്കുകൾ PR ഏജൻസി എഴുതി കൊടുത്തതാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഹിന്ദു പറഞ്ഞത്. അപ്പോൾ PR ഏജൻസി ഉണ്ട് എന്നതിനപ്പുറം മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ എഴുതി ചേർക്കാൻ മാത്രം ശക്തിയുള്ള PR ഏജൻസികളാണോ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത്? ഇതൊക്കെ നാടകല്ലേ. മുഖ്യമന്ത്രി ഈ ഇന്ററാക്ഷൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവിടെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഹിന്ദു അതൊന്ന് പുറത്തു വിടട്ടെ. അവിടെ റെക്കോർഡ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഞാൻ വെല്ലുവിളിക്കാതെ പുറത്തു വിടാൻ ഹിന്ദു തയ്യാറുണ്ടോ? അങ്ങനെ ഇത് കട്ട് ചെയ്തുകൊണ്ടാണ് ഹിന്ദു പുറത്തു വിടുന്നെങ്കിൽ ആ CD പുറത്തു നൽകാൻ തയ്യാറുണ്ടോ? ഫോറൻസിക്കിന് കൊടുക്കാലോ. ഇതിൽ വല്ല മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോ, കട്ട് ചെയ്തിട്ടുണ്ടോ, ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കാലോ. ജനങ്ങളെ സംശയം ദൂരീകരിക്കണ്ടേ ഗവൺമെന്റ്? ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? അവർ പറയുന്നത് എന്തും വിശ്വസിക്കുക. ജനങ്ങളെ മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് അവർ പറയാതെ അംഗീകരിച്ചു കൊടുക്കുക കേരളീയ സമൂഹം. അതിപ്പോ ചോദിച്ചത് സ്വർണ്ണക്കടത്തുകാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്ക് കൊള്ളുന്നത് അത് മനസ്സിലാവുന്നില്ല എന്നതാണ് ഇന്നലെയും അദ്ദേഹം ആവർത്തിക്കേണ്ടത്. എന്റെ പൊന്നു സുഹൃത്തെ, തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ കൊണ്ടുവന്നതിനെ കുറിച്ച് ഒരു അന്വേഷിച്ചോ? ആരിത് കൊടുത്തു വിട്ടുന്ന് പോലീസ് അന്വേഷിച്ചോ? മുഖ്യമന്ത്രി പറയുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിച്ചോ? ഒരാളെ കണ്ടെത്തിയോ? അത് പോട്ടെ, അത് പോലീസിന് സാധിക്കില്ല, വിദേശത്ത് നിന്ന് വരുന്നതാണ്. ഇത് കൊടുക്കാൻ ആർക്ക് വേണ്ടിയാണ്? ഈ പാവപ്പെട്ട 500,000 റുപ്യക്ക് പണിയെടുക്കുന്ന റിയാലിനെ പണിയെടുക്കുന്നവരാ. ഇത് വാങ്ങാനൊരു ടീം അവിടെ ഉണ്ടല്ലോ, അവർ കണക്റ്റഡ് ആണല്ലോ. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തോ? കേസിൽ ബുക്ക് ചെയ്തോ? PV അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. മലപ്പുറത്ത് വിവാദ അഭിമുഖം എന്തുകൊണ്ട് തിരുത്തിയില്ല? മണിക്കൂറുകൾക്ക് ശേഷമാണ് അഭിമുഖത്തിൽ വിശദീകരണവുമായി എത്തുന്നത്. അതും കള്ളത്തരമാണ് എന്നും